പിറന്നാൾ ആകാശത്തിൽ ആഘോഷിച്ച സഞ്ജുവും താരങ്ങളുമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം. കെബർഹയിൽ നിന്ന് സെഞ്ചുറിയനിലേക്കുള്ള യാത്രാമധ്യേ വിമാനത്തിലും ബസ്സിലുമായി സഞ്ജു സഹതാരങ്ങൾക്കൊപ്പം പിറന്നാൾ ആഘോഷിക്കുന്ന വീഡിയോ ആരാധകരും ഏറ്റെടുത്തിരുന്നു. ഇപ്പോൾ ഈ ആഘോഷ വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് BCCIയും. വിമാനത്തിലും ബസ്സിലുമായി സഹതാരങ്ങൾക്കൊപ്പം പിറന്നാൾ ആഘോഷിക്കുന്ന വീഡിയോ BCCIയുടെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലാണ് പങ്കുവച്ചത്. ആഘോഷത്തിന്റെ മറ്റൊരു വീഡിയോ സഞ്ജു സ്വന്തം അക്കൗണ്ടിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വൈറലായ വീഡിയോകൾക്ക് താഴെ നിരവധി പേരാണ് സൂപ്പർ താരത്തിന് ജന്മദിനാശംസകൾ നേർന്നത്. നവംബർ 11 തിങ്കളാഴ്ചയായിരുന്നു സഞ്ജുവിന്റെ പിറന്നാൾ. ഇതിന്റെ വീഡിയോയാണ് യാത്ര സ്മൈൽസ് ആൻഡ് സെലിബ്രേഷൻസ് എന്ന കുറിപ്പോടെ BCCI പങ്കുവച്ചത്. സഞ്ജുവും വീഡിയോ പങ്കുവച്ചിരുന്നു. ബർത്ത്ഡേ ഓൺ ദി ഗോ വിത്ത് ബോയ്സ് എന്ന അടിക്കുറിപ്പോടെയാണ് സഞ്ജു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നത്. ഗാനത്തിന്റെ അകമ്പടിയോടെ ടീം അംഗങ്ങൾക്കൊപ്പം ആഹ്ലാദകരമായ നിമിഷങ്ങളും മധുരപലഹാരങ്ങളും പങ്കിടുന്നതാണ് ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നത്. മാത്രവുമല്ല, കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ഫോമിൽ നിൽക്കുന്ന സമയത്തെ പിറന്നാൾ കൂടിയാണിത്. സഞ്ജുവിന്റെ സെഞ്ചുറി സമയം ഏവരും പറഞ്ഞതും ഇത് ബർത്ത്ഡേ സ്പെഷ്യൽ ആണെന്നായിരുന്നു. തുടർച്ചയായ 2 അന്താരാഷ്ട്ര T20 സെഞ്ചുറികൾ നേടി റെക്കോർഡ് കുറിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു പിറന്നാൾ. എന്നാൽ അതിനുശേഷമുള്ള ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 2ാം T20 മത്സരത്തിൽ സഞ്ജു 0-ന് പുറത്തായിരുന്നു. ഇന്ന് സഞ്ജുവിന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് കാത്തിരിക്കുകയാണ് ഇന്ത്യൻ ആരാധകർ. സഞ്ജു തിളങ്ങാതെ പോയ മത്സരത്തിൽ ഇന്ത്യ 3 വിക്കറ്റിന് പരാജയപ്പെട്ടിരുന്നു. ബംഗ്ലാദേശിനെതിരായ 3ാം T20യിൽ 46 പന്തിൽ 111 റൺസ് അടിച്ചുകൂട്ടിയതിന് പിന്നാലെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ആദ്യ T20യിൽ 50 പന്തിൽ 107 റൺസ് നേടിയാണ് വിക്കറ്റ് കീപ്പർ ബാറ്റർ ഇന്ത്യയുടെ വിജയങ്ങളിൽ നിർണായക സാന്നിധ്യമായത്. തുടർച്ചയായ 2ാം T20 സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ ബാറ്റർ എന്ന ഒരിക്കലും തകർക്കാനാവാത്ത റെക്കോർഡ് കൂടി സഞ്ജു സ്വന്തം പേരിൽ എഴുതി. സഞ്ജുവിന്റെ പ്രകടനത്തെ മുൻ ക്രിക്കറ്റ് താരങ്ങളും ആരാധകരും ഒന്നടങ്കം വാഴ്ത്തി. മുൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ ദിനേശ് കാർത്തിക്കിന്റെ പോസ്റ്റും ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇന്ത്യയുടെ T20 ഓപ്പണറായി സഞ്ജു സാംസൺ തന്റെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. ഇനി കുറച്ചു കാലത്തേക്ക് സഞ്ജുവും യശസ്വി ജയ്സ്വാളുമായിരിക്കും T20യിൽ ഇന്ത്യൻ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഫോമാറ്റിന് അനുസരിക്കുന്ന രീതിയിൽ സാങ്കേതികമായി സഞ്ജു ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. 6 അടിച്ചുകൂട്ടുന്നതിൽ അദ്ദേഹം കൂടുതൽ ശ്രദ്ധ നൽകിയിട്ടുണ്ട് എന്നാണ് സഞ്ജുവിനെ കുറിച്ച് DK പറഞ്ഞത്. കേശവ് മഹാരാജിനെതിരെ സഞ്ജു മികച്ച ഷോട്ടുകൾ പായിച്ചു. ലെങ്ത് കുറഞ്ഞെങ്കിലും ആശങ്കപ്പെടാതെ സാഹചര്യം കൈകാര്യം ചെയ്യാൻ സഞ്ജുവിന് സാധിച്ചു. അത് വളരെ കഠിനമായ കാര്യമാണ്. എന്നാൽ സഞ്ജു വളരെ നന്നായി തന്നെ ചെയ്തു. അതാണ് സഞ്ജുവിനെ വളരെ സ്പെഷ്യലായ താരമാക്കുന്നത് എന്നും DK പറഞ്ഞു. അതേസമയം ഇനി 2 മത്സരങ്ങൾ കൂടിയാണ് ദക്ഷിണാഫ്രിക്കയിൽ ശേഷിക്കുന്നത്. ഇനിയുള്ള മത്സരങ്ങളിൽ തിളങ്ങിയാൽ ഏകദിനത്തിന് പുറമെ ടെസ്റ്റ് ടീം അംഗത്വവും വൈകാതെ സഞ്ജുവിനെ തേടിയെത്തും.